ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിശകലനങ്ങൾക്കായി. ശ്രീ രാജേന്ദ്രൻ, ഇപ്പോൾ JDU BJP സഖ്യ സർക്കാർ ഇപ്പോൾ അധികാരമേൽക്കാൻ പോകുന്നു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചിപ്പോൾ NDAയിൽ ചേരാൻ പോകുന്നു. ഇത് മഹാസഖ്യത്തിന് പൂർണ്ണമായൊരു വിള്ളലേൽക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന് ഒരു തിരിച്ചടിയാകുന്നു. മറ്റൊന്ന് 11:30 അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയോഗം ചേരാനിരിക്കുകയാണ്. ഇപ്പോൾ 19 കോൺഗ്രസ് MLA-മാരെ കാണാനില്ല എന്നുകൂടി ഉള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? നിതീഷ് കുമാറിൻ്റേത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ സമാനമായ സംഭവങ്ങൾ നേരത്തെ പലതവണ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ RJD-യുമായി സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആ സഖ്യം വൻ വിജയം നേടി BJP-യെ അട്ടിമറിച്ച് അതിനുശേഷം അദ്ദേഹം അധികാരത്തിൽ വന്നു. എന്നാൽ പിന്നീട് RJD-യുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് BJP പിന്തുണയോടുകൂടി അദ്ദേഹം മുഖ്യമന്ത്രിയായി. പിന്നീട് തെരഞ്ഞെടുപ്പിൽ BJP-യുമായി സഖ്യമുണ്ടാക്കി അദ്ദേഹം മുഖ്യമന്ത്രിയായി. പിന്നീട് BJP-യുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് RJD-യുമായി കൈകോർത്ത് അദ്ദേഹം ഭരണം നടത്തുകയായിരുന്നു. നിതീഷ് കുമാർ എന്ന നേതാവിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പല തവണയും അധികാരത്തിന് വേണ്ടി തൻ്റെ നിലപാടുകൾ മാറ്റിമറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം BJP-യോടൊപ്പം ചേർന്നാലും RJD-യോടൊപ്പം ചേർന്നാലും ഏത് കക്ഷിയോടൊപ്പം ചേർന്നാലും അദ്ദേഹത്തിന് നേതൃസ്ഥാനം ലഭിക്കുമെന്നതാണ്. അദ്ദേഹം തന്നെയായിരിക്കും മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് ലഭിക്കണം എന്നതിലും അപ്പുറത്ത് അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ ഒരു ആദർശധീരതയോ ഒന്നും തന്നെയില്ല. എന്നാൽ ഈ സമീപകാലത്തുണ്ടായ ഒരു പ്രത്യേക സാഹചര്യം എന്തെന്നാൽ BJP-ക്കെതിരായി ദേശീയ തലത്തിലൊരു വിശാല മതേതര ബദൽ രൂപീകരിക്കുമ്പോൾ ആ ബദലിൻ്റെ ഏറ്റവും മുൻനിരയിലുണ്ടായിരുന്ന നേതാവായിരുന്നു നിതീഷ് കുമാർ. എന്നാൽ ഇദ്ദേഹത്തെ ഇപ്പോൾ തിരിച്ച് BJP-യുമായി കൈകോർക്കാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകമെന്നാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ JDU വൻ തകർച്ചയുടെ വക്കിലാണ്. JDU-വിലെ പല നേതാക്കന്മാരും തന്നെ അദ്ദേഹത്തെ വിട്ട് മറ്റ് പല പാർട്ടികളിലേക്കും പോകുന്നു. പലരും തന്നെ BJP-യിൽ ചേരുന്നു, പലരും തന്നെ RJD-യിൽ ചേരുന്നു. അതുകൊണ്ട് തന്നെ തനിക്കിനി ഒരു സ്ഥായിയായ നിലനിൽപ്പില്ല എന്നൊരു തിരിച്ചറിവാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. മറ്റൊന്ന്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിൻ്റെ ഈ ഒരു നിലപാട് മാറ്റത്തിൽ യാതൊരു അത്ഭുതവുമില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ വായിച്ചെടുക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് ഏൽക്കുന്ന കനത്ത തിരിച്ചടിയാണ്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടില്ലായ്മ, കോൺഗ്രസ് നേതൃത്വത്തിന് ഉചിതമായ സമയത്ത് ഓരോ സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ട് വിശാലമായ സഖ്യം രൂപീകരിക്കാൻ വേണ്ട ഒരു കരുത്തില്ലായ്മ, രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും എല്ലാം തന്നെ നേതൃശേഷി കുറവ് എന്നെല്ലാം നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു വലിയ പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പദയാത്ര സത്യത്തിൽ അദ്ദേഹം ഇത്തരം ഒരു യാത്ര നടത്തുകയാണെങ്കിൽ അതെല്ലാം വളരെ നേരത്തെ നടത്തി ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ തയ്യാറെടുക്കേണ്ട ഒരു സമയമാണിത്. ആ സമയത്താണ് അദ്ദേഹം ഇംഫാലിൽ നിന്ന് അസം വഴി ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പദയാത്ര നടത്തുന്നത്. ആ സമയത്താണ് ഒരുപക്ഷെ ഈ ഒരു മതേതര സഖ്യം ശരിയായ രീതിയിൽ നിലനിന്നിരുന്നെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കേണ്ട, ആ സഖ്യം ഏറ്റവും കൂടുതൽ സീറ്റുകൾ വാങ്ങേണ്ട ഒരു സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ അവിടുത്തെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇടപെടാനും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ എല്ലാ മതേതര പാർട്ടികളെയും ഒപ്പം നിർത്താനും കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനുള്ള ശ്രമങ്ങൾ പോലും നടത്തുന്നില്ല. ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ചകൾ നമ്മൾ ഓരോ സംസ്ഥാനത്തും നോക്കുക. ഇപ്പോൾ JDU BJP-യോടൊപ്പം പോയിരിക്കുന്നു. അതുപോലെ തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസുമായി പശ്ചിമ ബംഗാളിൽ ഒരു ധാരണ ഉണ്ടാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത്. കോൺഗ്രസിന് 2 സീറ്റുകൾ നൽകാമെന്ന് പറഞ്ഞു. 2 സീറ്റുകളിൽ കൂടുതൽ കോൺഗ്രസിന് ഒരിക്കലും തന്നെ അവിടെ വിജയിക്കാൻ സാധിക്കില്ല. അതാണ് ഈ പശ്ചിമ ബംഗാളിലെ യാഥാർത്ഥ്യം. പക്ഷേ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിച്ചേ തീരൂ. ഒരു അനാവശ്യമായ അതിര് കടന്ന അവകാശവാദം കോൺഗ്രസ് ബംഗാളിൽ ഉന്നയിച്ചു. അതിനെ തുടർന്ന് മമതാ ബാനർജി ഈ സഖ്യം വിട്ട് തനിച്ച് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആം ആദ്മി പാർട്ടി ഈ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു പഞ്ചാബിൽ കോൺഗ്രസുമായി സഖ്യത്തിന് തയ്യാറല്ല. എന്നാൽ ഇത്തരം സഖ്യ ചർച്ചകളിലെല്ലാം വളരെ സജീവമായി ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് എല്ലാ മതേതര പാർട്ടികളെയും ഒപ്പം നിർത്തേണ്ട ഒരു സമയത്താണ് രാഹുൽ ഗാന്ധി ഈ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു പദയാത്ര നടത്തുന്നത്. അദ്ദേഹത്തിന് അത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഈ ബീഹാറിലെ ഈ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടാനെന്ന കാരണം പറഞ്ഞ് അദ്ദേഹത്തിനത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി. മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. സർവോപരി കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു നിതീഷ് കുമാറിൻ്റെ ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തിൽ യാതൊരു അത്ഭുതവുമില്ല. മാത്രമല്ല
നിതീഷ് കുമാറിനെതിരായി ബീഹാറിൽ വലിയ ജനവികാരമുണ്ട്. നിതീഷ് കുമാറിനെതിരായി അവിടെ വലിയ ജനവികാരമുണ്ട്. അതേസമയം RJDക്ക് അനുകൂലമായി തേജസ്വി യാദവാണ് അവിടെ ഏറ്റവും ജനങ്ങൾക്കിടയിൽ ജനപിന്തുണയുള്ള നേതാവ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ, വനിതകൾക്കിടയിലെല്ലാം ഏറ്റവും ജനപിന്തുണയുള്ള നേതാവ് തേജസ്വി യാദവാണ്. സ്വാഭാവികമായിട്ടും RJD ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാക്കാനുള്ള ഒരു കഠിനാധ്വാനമായിരിക്കും RJD എന്ന പാർട്ടി കൈക്കൊള്ളുക. അതേസമയം ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം, നിതീഷ് കുമാറിൻ്റെ ഈ ഒരു കൂറുമാറ്റത്തേക്കാൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം അവിടെ ആ സംസ്ഥാനത്ത് കോൺഗ്രസ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിദയനീയമായ പതനമാണ്. കോൺഗ്രസ്സിന് ബീഹാറിൽ 19 MLA-മാരുണ്ട്. ഈ 19 MLA-മാരെന്ന് പറയുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ്സിന് ഏതാണ്ട് RJD-യുമായി സഖ്യമുണ്ടാക്കി ഏതാണ്ട് 90 സീറ്റുകളാണ് മത്സരിക്കാൻ നൽകിയിരുന്നത്. ഈ 90 സീറ്റുകളിൽ 19 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ച് ജയിച്ചത്. ഈ 19 MLA-മാരിൽ മഹാഭൂരിപക്ഷം പേരെയും BJP ഇതിനകം തന്നെ റാഞ്ചി എടുത്തിരിക്കുന്നു, കൂറുമാറ്റിയിരിക്കുന്നു എന്നതാണ് ബീഹാറിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരം. ഈ കോൺഗ്രസിൻ്റെ ഈ 19 MLA-മാരിലെ ബഹുഭൂരിഭാഗം പേരും ഇപ്പോൾ ഒളിവിലാണ്. അതായത് BJP അവരെയെല്ലാം തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. BJP അവരെ കൂറുമാറ്റി, കോൺഗ്രസിൽ നിന്നും കൂറുമാറ്റി അവരെ BJP-യിൽ ചേർക്കാൻ പോകുന്നു. അവർക്ക് ഇനി വലിയ സ്ഥാനമാനങ്ങൾ നൽകാൻ പോകുന്നു. ഈ രീതിയിലുള്ള വാർത്തകളാണ് ബീഹാറിൽ നിന്നും വരുന്നത്. ഒരുപക്ഷെ ഇതോടുകൂടി ബീഹാർ എന്ന സംസ്ഥാനത്തു നിന്നും കോൺഗ്രസ് എന്ന പാർട്ടി തുടച്ചു മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവാം. അതാണ് പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ പോലും കോൺഗ്രസ് നേതൃത്വത്തിന് ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാനോ അതിന് പരിഹാരം കണ്ടെത്താനോ ഇത്തരം പ്രശ്നങ്ങളെ രാഷ്ട്രീയമായി അനുകൂലമായി വിനിയോഗിക്കാനുള്ള തന്ത്രജ്ഞതയോ ഒന്നുമില്ലാതെ പോയി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. രാജേന്ദ്രനാണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശകലനങ്ങൾ നടത്തിയത്.